സർ, സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിന് അംഗത്വം നൽകി എന്നൊക്കെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം മാത്രമല്ല ഈ ഒരു അവസരത്തിൽ ചർച്ചയാവുന്നത്. പതിയെ അക്രമ രാഷ്ട്രീയവും പൊന്തിക്കുകയാണോ, തലപൊക്കി നോക്കുകയാണോ എന്നൊക്കെ നമുക്ക് ഈ അവസരത്തിൽ തോന്നിപ്പോകും. സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ നഷ്ടപ്പെട്ടത്, അദ്ദേഹം ബലിദാനിയായത് മറ്റൊരു സഖാവിന്റെ ജീവന് പകരമായിരുന്നു, അല്ലെങ്കിൽ അതിനുശേഷമാണ് സഖാവിന്റെ കൊലപാതകം നടന്നത്. അങ്ങനെ ചർച്ചകൾ പഴയ ഒരു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. സദാനന്ദൻ മാസ്റ്ററിന്റെ കാല് നഷ്ടപ്പെട്ട അക്രമ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് വീണ്ടും ഒരു ചർച്ച നടക്കുന്നത്? വീണ്ടും കേരളം, അല്ലെങ്കിൽ എസ്പെഷ്യലി കണ്ണൂർ, വീണ്ടും അത്തരത്തിലൊക്കെ പോവാനുള്ള ഒരു സാധ്യതയുണ്ട്? എനിക്ക് തോന്നുന്നില്ല ഈ അക്രമരാഷ്ട്രീയം സദാനന്ദൻ മാഷും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 20-25 കൊല്ലം മുമ്പാണ്, അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പാണ് നടന്നത്. ആ സമയത്ത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ വേറെ ഒരു പാർട്ടിയെയും അനുവദിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അന്ന് അതിനെ എഫക്റ്റീവായിട്ട് റെസിസ്റ്റ് ചെയ്തത് RSS ശാഖകളായിരുന്നു. അതിന്റെ ഒരു തിക്തഫലമാണ് സദാനന്ദൻ മാസ്റ്റർ അനുഭവിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഒരു കഴിഞ്ഞ 5-8 വർഷമായി CPM-ഉം RSS-ഉം തമ്മിൽ എന്തോ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സംഘർഷങ്ങളെ പറ്റി കേൾക്കാറില്ല. അവര് തമ്മിൽ എനിക്ക് തോന്നുന്നത് അവർക്കുള്ള പൊളിറ്റിക്കൽ സ്പേസ്, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സ്പേസ്, ഐഡിയോളജിക്കൽ സ്പേസ് കൊടുക്കാൻ CPM തീരുമാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇന്ന് കേൾക്കുന്നത് RSS-ഉം CPM-ഉം തമ്മിൽ ഒരു ഇൻഫോർമൽ അണ്ടർസ്റ്റാൻഡിങ് വരെ ആയിക്കഴിഞ്ഞു എന്നാണ് പലരും പറയുന്നത്. അത് രണ്ട് പാർട്ടികളും സമ്മതിക്കത്തില്ല. പക്ഷേ അവർക്ക് അവരുടെ ലാർജർ പൊളിറ്റിക്കൽ അജണ്ടയിൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളത്, അത് രണ്ടുപേർക്കും സൂട്ടബിൾ ആണ്. CPM തുടർന്ന് ഭരിക്കുക. പക്ഷെ ഒന്നുണ്ട്, സദാനന്ദൻ മാസ്റ്ററിന്റെ ഈ നോമിനേഷൻ അത് കാണിക്കുന്നത് BJP-യിലെ ഇന്നത്തെ അവരുടെ കോർ ഗ്രൂപ്പ് എന്ന് പറയുന്ന RSS ആൾക്കാരെ, അവർ ബലിദാനികളാകാം, അല്ലാത്തവരാകാം, അവരെയൊക്കെ അവർ വേണ്ട സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. CPM-നെ പറ്റി പറയുന്ന പോലെ കേരളത്തിൽ സഹാക്കളായിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന് പറയുന്ന പോലെ BJP ഭരിക്കുന്ന കേന്ദ്രത്തിൽ അവർക്ക് കൊടുക്കാവുന്ന സ്ഥാനമാനങ്ങൾ കഴിയുന്നത്ര RSS പഴയ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് സദാനന്ദൻ മാഷിനെ പോലെയുള്ള അവരുടെ സ്ട്രഗ്ലിംഗ് പീരീഡില് അതിനുവേണ്ടി നിലകൊള്ളുകയും കാലുകൾ നഷ്ടപ്പെട്ടവരെയും അത് ആ പാർട്ടി ഓണർ ചെയ്യുകയാണ്. അതിൽ നമുക്കൊന്നും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് എന്നൊക്കെ പറയുമ്പോൾ CPM-നും പറയാവുന്നില്ല. അവർക്കും അതുപോലെ അക്രമാശ്രയത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊല്ലപ്പെട്ട മുതിർന്ന സഖാവിന്റെ മകനെ രാജ്യസഭയിൽ വെച്ചാൽ അവർ തമ്മിൽ യുദ്ധം അവിടെ ചെയ്യാമല്ലോ, വാക്കുകൊണ്ടുള്ള യുദ്ധം. അത് എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് മൊത്തം 2026 കേരള ഇലക്ഷന് വേണ്ടി എന്തൊക്കെ ഐഡിയോളജിക്കൽ സംഗതികൾ കേരളത്തിൽ ചെയ്യാമോ അതൊക്കെ RSS-ഉം BJP-യും ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ പാർട്ടായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് കേരളത്തിൽ അക്രമ രാഷ്ട്രീയം ഉണ്ട് എന്ന് ഇല്ലാത്ത, ഇപ്പോൾ നമ്മൾ ആരും കേൾക്കുന്നില്ല കണ്ണൂരോ കാസർഗോഡോ ഇങ്ങനെ അക്രമ രാഷ്ട്രീയം ഉണ്ടെന്ന്. അത് ഏകദേശം ശമിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് കൊണ്ടുവരുന്നത് ഇലക്ഷന്റെ ഒരു ഇതാണ്, ആരെങ്കിലും എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇതൊരു ഇഷ്യൂ ഇല്ലാത്ത, ഇതിപ്പം പാദപൂജ പോലെ ഒരു കേരളത്തെ സംബന്ധിച്ചുള്ള ഇതൊരു ഇഷ്യൂ അല്ല. ഇത് പണ്ടൊക്കെ നടന്നൊരു സംഗതിയാണ്. പണ്ട് അങ്ങനെയാണെങ്കിൽ പല സംഗതികളും നടന്നിട്ടുണ്ട്. അതിലൊക്കെ അതിജീവിച്ച് മുന്നോട്ട് കേരള സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. CPM പോലും അവരുടെ പാർട്ടി ഗ്രാമത്തിലെ ഒരു കടുംപിടുത്തങ്ങൾ അയച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ ക്യാമ്പിലെ ഒരാളെ ആദരിക്കുന്നു രാജ്യസഭാ നോമിനേഷനിലേക്ക്. ഒക്കെ രസം, ആരും ഇത് ചോദ്യം ചെയ്യുന്നില്ല. സദാനന്ദൻ മാഷയുടെ RSS പ്രവർത്തനമല്ലാതെ എന്താണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ? അദ്ദേഹത്തിന്റെ കൂടെ നോമിനേറ്റ് ചെയ്ത ആരൊക്കെയാണ്? നിങ്ങൾ കണ്ട ഒരു ചരിത്രകാരി, ഫോറിൻ
ഫോമർ ഫോറിൻ സെക്രട്ടറി ഉജ്ജ്വൽ നിഗം എന്നുള്ള ഒരു വലിയ ലോയർ, ബോംബെയിലെ ലോയർ, ആ കൂട്ടത്തിൽ സദാനന്ദൻ മാഷ് വെറും ഒരു പാർട്ടിക്കാരനോ RSSകാരനോ കാലുപോയ അല്ലാതെ അദ്ദേഹത്തിന് എന്താണ് പേഴ്സണലി മികവ്, എന്താണ് അദ്ദേഹം കേരള സമൂഹത്തിൽ ചെയ്തത് എന്നാരും ചോദിക്കുന്നില്ല. അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ട്. അത് കേരളം കടന്നു കഴിഞ്ഞു. ആ ഇഷ്യൂ ഏകദേശം കടന്നു കഴിഞ്ഞു. ഇത് ഞാൻ കാണുന്നത് അദ്ദേഹം രാജ്യസഭയിലെ അവിടെ ചെല്ലുമ്പോഴറിയാം, അദ്ദേഹം ഇതിന് തന്നെ മനസ്സിലാവാൻ അദ്ദേഹം ഒരു മിസ്ഫിറ്റ് ആയിട്ട് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം RSSന്റെ ഒരു പഴയ പ്രവർത്തകനാണ്. അദ്ദേഹം ആ പാർട്ടി RSS സ്പോൺസർ ചെയ്യുന്ന BJP എന്ന പാർട്ടി അദ്ദേഹത്തെ ആദരിക്കും എന്ന് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഒരാൾക്ക് നൽകാനുള്ള ആദരവാണോ രാജ്യസഭാ MP എന്ന് പറയുന്ന സീറ്റ്? സാർ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തു എന്നാണ് എന്റെ ചോദ്യം തുടങ്ങുന്നത്. അതാണ് ആദരവ് കൊടുക്കുന്നത് ആരാണ്? രാജ്യസഭ തന്നെ പ്രസിഡന്റിന്റെ നോമിനേറ്റഡ് ആൾക്കാരെ അവരവരുടെ ഫീൽഡിൽ മികവ് പ്രകടിപ്പിച്ച ആൾക്കാർ എന്നുള്ള ഒരു തത്വമാണ് രാജ്യസഭ നോമിനേഷന് വെച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇതിന് രേഖ പോലും വന്നിരുന്നു. മൃണാൾ സെൻ വന്നിട്ടുണ്ട് അവിടെ. കുറെ നാൾ ഞങ്ങളൊക്കെ ഡൽഹിയിൽ ശ്രമിച്ചാണ് അടൂർ ഗോപാലകൃഷ്ണനെ, മൃണാൾ സെൻ ഉണ്ടെങ്കിൽ, ശബാന ആസ്മി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങളൊക്കെ പലരോടും ചോദിച്ചിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെയുള്ളവരെ ഒന്നും കേരളത്തിൽ നോമിനേറ്റ് ചെയ്യില്ല. കേരളത്തിൽ നോമിനേറ്റഡ് ആയിട്ടുള്ളത് ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പ് അന്ന് അർഹതയുള്ളത് G. ശങ്കരക്കുറുപ്പ് എന്ന കവിയാണ് ഉണ്ട്. അതിനുശേഷം പിന്നെ വന്നത് സുരേഷ് ഗോപിയൊക്കെയാണ്. സുരേഷ് ഗോപിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് സമൂഹത്തിൽ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ എലക്ട് ചെയ്ത് MP ആയിരിക്കുന്നു. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പൊസിഷനെ നമ്മളെ ഇകഴ്ത്തി കാണുന്ന ഒരു മനോഭാവമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് നമ്മളുടെ പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് കുറെ സ്ഥാനമാനങ്ങൾ കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ സദാനന്ദൻ മാഷ് അവരുടെ പാർട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ത്യാഗം വളരെ വിലപ്പെട്ടതാണ്. CPM-നെ പോലും ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിൽ അവരുമായിട്ടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ രാജ്യത്തിന് അല്ലെ കേരളത്തിന് എന്താണ് സദാനന്ദൻ മാഷ് ചെയ്തത്? രാജ്യത്തിന് എന്താണ് പൊതുസമൂഹത്തിന് എന്താ ചെയ്തത് എന്നുള്ളത് ചോദ്യം വരുമ്പോൾ അതും ഉജ്ജ്വൽ നിഗം എന്ന ഒരു ലോയർ, അത് കസബിന് വധശിക്ഷ നേടിക്കൊടുത്ത, പാകിസ്ഥാനിൽ നിന്ന് വന്ന ടെററിസ്റ്റിന് വധശിക്ഷ നേടിക്കൊടുത്ത ഒരു ലോയർ, അതുപോലെ ഫോറിൻ സെക്രട്ടറി, ഒരു ചരിത്രകാരി, ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണോ സദാനന്ദൻ മാസ്റ്റർ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അക്രമ രാഷ്ട്രീയം കേരളം കേരളം കടന്നു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നില്ല അക്രമ രാഷ്ട്രീയം ഇനി തിരിച്ചു വരാൻ അതിനുള്ള ആളെ കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ യുവാക്കൾക്ക് അതിലൊന്നും താല്പര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുണ്ട്, അവരുടെ താല്പര്യങ്ങൾ വേറെയൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയാം. അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് പിന്നെയും BJPയുടെ ഒരു ചരിത്രത്തിലെ ചില നമ്മളൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു സംഗതി പിന്നെയും പൊക്കിക്കൊണ്ടിരുമെന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഇത് നോക്കേണ്ടത് സദാനന്ദൻ മാഷും കമ്പയർ ചെയ്യുക. മുൻ ഫോറിൻ സെക്രട്ടറിയും ഒരു വലിയ ലോയറിനെയും ചരിത്രകാരിയുടെയും കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് സദാനന്ദൻ മാഷ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ ഒരാളിനെ ആദരിക്കണമെന്ന് തോന്നി. ഇങ്ങനെ അതിന് വേറെ ഒത്തിരി അദ്ദേഹത്തിന്റെ പത്മശ്രീ കൊടുത്ത് ആദരിക്കാം. പക്ഷെ രാജ്യസഭയിൽ 6 വർഷം അതിൻ്റെതായ കാരണങ്ങൾ അവർക്കുണ്ട്. അതിൻ്റെതായ പേഴ്സണൽ പ്രയോജനം സദാനന്ദൻ മാഷിനുണ്ടാവും. അതൊക്കെ നടക്കട്ടെ. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലും ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. രാജ്യസഭ എന്ന ആ ഹൗസ് ഓഫ് എൽഡേഴ്സ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ഫീൽഡിലും എക്സലൻസ് തെളിയിച്ചവരെ പാർട്ടികൾക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെ ആ 10 പേര്, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന 10 പേര് എന്ന് പറഞ്ഞാൽ ഓരോ ഫീൽഡിലും വളരെ മികച്ച മികവ് കാണിച്ച ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ആ മികവ് എന്താണ് സദാനന്ദൻ മാഷിൽ നിന്ന് എനിക്കറിഞ്ഞുകൂടാ. കേരള സമൂഹത്തിന് എത്ര അറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒന്നറിയാം, ഇന്ത്യൻ രാജ്യം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേര് ആദ്യമായിട്ടാണ് ഡൽഹിയിലൊക്കെ ആൾക്കാർ കേൾക്കുന്നത്. അതിൽ കൂടുതൽ ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു.
എന്തായാലും സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇര എന്നുള്ളൊരു ലെവലിൽ മാത്രം അദ്ദേഹം എല്ലാവരിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ചെറിയാൻ സാർ സൂചിപ്പിച്ചതുപോലെ മറ്റെന്ത് സംഭാവന രാജ്യത്തിന്, കേരള സമൂഹത്തിന് സദാനന്ദൻ മാസ്റ്റർ നൽകി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതം എന്നല്ലാതെ മറ്റൊരു മറുപടിയും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ ചർച്ചകളിലേക്ക് അദ്ദേഹത്തിന്റെ രാജ്യസഭാ പ്രവേശനം ചർച്ചകൾക്ക് വഴിവെക്കുകയാണെന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു ചിരൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.